ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. കാരണം ഇന്ന് എൻ്റെ പപ്പയുടെ മൂത്ത ചേട്ടൻ്റെ മൂത്ത മോൻ്റെ കല്യാണത്തിൻ്റെ ഉറപ്പേരാണ്. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് പയ്യെ ബ്രഷൊക്കെ ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ മേക്കപ്പിനുള്ള പ്രൊഡക്ട്സും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സും പെട്ടെന്നുള്ള റഷിൽ ഒരേ പൗച്ചിലാണ് ഇട്ട് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര പാടാണ്. കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് നല്ല ഉറക്കം കിട്ടാത്തതുകൊണ്ടും മുഖമൊക്കെ ഇങ്ങനെ ഇട്ടുമിച്ചാണ് ഇരിക്കുന്നത്. ഇതാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ്റെ മമ്മി. രാവിലെ തന്നെ വെപ്രാളപ്പെട്ട് എല്ലാം തുടച്ചൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ട് നടക്കുവാണ്. വയസ്സാങ്കാലത്ത് എന്തിനാ വീഡിയോ എടുക്കുന്നതെന്നാണ് അമ്മ ചോദിക്കുന്നത്. എന്നാ മമ്മി ഇത് കറി? വെജിറ്റബിൾ സ്റ്റൂ. പുറത്തേക്ക് വന്നപ്പോഴത്തേനും നമ്മുടെ ഡിങ്കു അവിടെ കുളിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഇതാണ് അല്ലിക്കുട്ടി, ഏറ്റവും ചെറിയ. അങ്ങനെ പയ്യെ പയ്യെ നമ്മുടെ ഓരോ ബന്ധുക്കാരും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഷർട്ട് എവിടുന്നോ? ഷർട്ട് ഗിഫ്റ്റ് കിട്ടിയത് അവന്റെ 15ാമത്തെ ബർത്ത്ഡേ. ഇത് വ്ലോഗ് വരും, കുഴപ്പമിട്ടോ. നമ്മുടെ വീടിന്റെ തൊട്ട് താഴെയാണ് പള്ളി. പള്ളിയുടെ ബാക്കിലെ വ്യൂ കണ്ടോ, നല്ല രസമില്ലേ? ഒരു മലയൊക്കെ ഉണ്ട് അവിടെ. അമ്പലമേട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഫ്രഷ്. ചാച്ചനും അമ്മച്ചും നേരത്തെ കാപ്പി കുടിച്ചു. ഞങ്ങൾ പയ്യെ ഫുഡൊക്കെ കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ഇതാണ് ബീനാൻഡി ഒരു ഓണ്ടർപ്രണറും കൂടെയാണ്. ഇതാണ് ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവസാനം ഈ ലുക്കായി. ഞാൻ ആ ഗ്ലോസി ലിപ് ഷെയ്ഡ് അവസാനം മാറ്റിയിട്ട് ഒരു മാറ്റ് ഫിനിഷ് പോലെ ആക്കി. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് എൻ്റെ അപ്പാടെ അമ്മച്ചി എന്തോ വലിയ കാര്യമായിട്ട് എന്നോട് പറയാൻ ഓടി വരുവാണ്. അമ്മച്ചീനെ കാണാൻ എപ്പോഴും എന്നാ ലുക്കാണേന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുന്ന ചിരിയാണിത്. പിന്നെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ടാങ്കൊക്കെ ഉണ്ടാക്കി അത് ഫ്രിഡ്ജിൽ വെക്കുവാണ്, മമ്മി എടുത്ത് വെക്കുവാണ്. പിന്നെ അമ്മായിയും കുഞ്ചാച്ചനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പുറത്ത് പതിവ് പോലെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ അവർ വരാൻ നേരത്ത് കുറച്ചുകൂടെ പലഹാരവും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും മേടിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പലഹാരം വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. നല്ലവരായ കസിൻസിന് കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളതെല്ലാം വാങ്ങിച്ചിട്ട് പയ്യെ ഇറങ്ങി വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പെൺവീട്ടുകാർ കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ എത്തിയില്ലായിരുന്നു. ഇതൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ജനറേഷനിലെ ഏറ്റവും പൊക്കമുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് അൽജോ. മമ്മി മുട്ടേനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവരുടെ ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പം മുട്ടയുടെ ഓവറായിട്ടുള്ള എക്സ്പ്രഷൻസ് നമുക്ക് കാണാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെണ്ണിൻ്റെ വീട്ടുകാർ എത്തിയത്. അവർ ഒരു 10-15 പേരുണ്ടായിരുന്നു. അങ്ങനെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കുഞ്ഞപ്പനൊക്കെ പോയി വെൽക്കം ചെയ്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെക്കൻ വീട്ടുകാർ പെൺവീട്ടുകാരുള്ള ഡിസ്കഷനിലേക്ക് കടന്നു. ഡിസ്കഷൻ സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾ പൂർത്തിയാക്കി. ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. ചെക്കനും പെണ്ണും അതിനിടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പാപ്പന്മാരെല്ലാവരും കൂടെ ചേർന്ന് കലണ്ടറൊക്കെ നോക്കി നല്ലൊരു ഡേറ്റ് നോക്കി ഫിക്സ് ആക്കുവാണ്. ആദ്യം പറഞ്ഞ ഡേറ്റ്സ് ഒന്നും അല്ലായിരുന്നു പിന്നീട് ഞങ്ങൾ അവസാനം ഫിക്സ് ചെയ്തത്. കാരണം ചെക്കനും പെണ്ണിനും അവൈലബിൾ ആയിട്ടുള്ള ടൈംസ് അല്ലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ഫിക്സ് ചെയ്തത്. പിന്നെ ആ ഡേറ്റൊക്കെ ഞങ്ങൾ കറക്റ്റ് ആക്കി അവസാനം എല്ലാം സെറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു. നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഫസ്റ്റ് ഫുഡൊക്കെ സെർവ് ചെയ്യുവാണ്. ചോറുമായിരുന്നു, പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ നമ്മുടെ താഴെയുള്ള പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ പോയിരുന്നു. ഇതായിരുന്നു ഫുഡ്. അവസാനം അവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ കയറിയല്ലോ, വിശന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഇത് പാപ്പൻ നമ്മുടെ ചെടിയൊക്കെ അടിച്ചുകൊണ്ട് പോവാണ് ഗൈസ്. നമ്മുടെ തറവാട് വീട് പുതിയത് വെച്ചതാണ്. അപ്പോൾ കുറേ ചെടികൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട
അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മൾ അൽജോയുടെ പപ്പേനെ, അതായത് സിബി പാപ്പനെ കൊണ്ടുവിടാൻ വേണ്ടി ചെമ്പപ്പാറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കരിക്ക് കുടിക്കാൻ കൊതിയായിട്ട് ഒരു കൊല കരിക്ക് ഇറക്കുവാണ്. നല്ല അടിപൊളി മധുരമുള്ള കരിക്കായിരുന്നു. അങ്ങനെ പരിപാടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നു. എന്നിട്ട് ഞങ്ങൾ രാത്രി കസിൻസ് എല്ലാവരും തറവാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളിവിടെ അടിച്ച് പൊളിച്ചു. അപ്പോൾ അത്ര ഉള്ളായിരുന്നു. അമ്മച്ചി ഞങ്ങൾക്ക് കല്യാണമൊക്കെ കഴിക്കുന്നതിനെ പറ്റി ഉപദേശം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.